ഹലോ എവരിവൺ, വെൽക്കം ടു ഐഫ JRF ക്ലബ്. എൻ്റെ വോയിസ് ഓഡിയബിൾ ആണല്ലോ, അതുപോലെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ എന്നുള്ളതൊന്ന് പറയണേ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മുടെ JRF ക്ലബിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ JRF ക്ലബ് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മൾ JRF ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ PYQ അനലൈസ് ചെയ്തിട്ട് PYQ ഡിസ്കഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. നമുക്ക് എന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഷ്യന്റ് ഇന്ത്യയിലെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ദ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഡിസ്ക്രൈബിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ സാക്രഡ് പ്ലേസസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ ആർ കോൾഡ്. അതായത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിൽ ആൻഷ്യന്റ് ഇന്ത്യയിലെ സാക്രഡ് പ്ലേസസിന്റെ ഹിസ്റ്ററി എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉപനിഷത്താണോ, അഗമയാണോ, കാവ്യ ആൻഡ് സ്ഥലപുരാണ? ആൻഷ്യന്റ് ഇന്ത്യയിലെ സാക്രഡ് പ്ലേസസിനെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഉപനിഷത്ത്, അഗമ, കാവ്യ, സ്ഥലപുരാണ. എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഡി സ്ഥലപുരാണ എന്നാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതായത് ആൻഷ്യന്റ് ഇന്ത്യയിലെ ഒരുപാട് സാക്രഡ് സൈറ്റ്സ്, ടെമ്പിൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയാണ് നമ്മൾ സ്ഥലപുരാണാസ് എന്ന് പറയുന്നത്. അതിനെ ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ലെജൻഡ് ഓഫ് പ്ലേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. സാൻസ്ക്രിറ്റ് വേർഡ് ആണ്. സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിലാണ് ആൻഷ്യന്റ് ഇന്ത്യയിലെ സാക്രഡ് പ്ലേസസുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയെ സ്ഥലപുരാണ എന്ന് വിളിച്ചിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബുക്ക് ഓഫ് ഇന്ത്യൻ ലോജിക് ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ന്യായ അല്ലെങ്കിൽ നവ്യന്യായ സിസ്റ്റം ഇൻ ഇന്ത്യൻ ഫിലോസഫി? ഇന്ത്യൻ ഫിലോസഫിയിൽ ന്യൂ ന്യായ എന്നുള്ള ഒരു ഇന്ത്യൻ ലോജിക്കിൽ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത വർക്ക് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. എ കാണ്ഡന ഖണ്ഡഗദ്യ, ന്യായ സിദ്ധാർജന, തത്വ ചിന്താമണി, പദർത്ഥ ചിന്താമണി. ഏതാണ് ആൻസർ? അതായത് ഇന്ത്യൻ ലോജിക്കിലെ ന്യൂ ന്യായ അല്ലെങ്കിൽ നവ്യന്യായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. കാണ്ഡന ഖണ്ഡഗദ്യ, ന്യായ സിദ്ധാർജന, തത്വ ചിന്താമണി, പദർത്ഥ ചിന്താമണി. ഏതാണ് ആൻസർ? എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, എല്ലാവരും സി തത്വചിന്താമണിയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ആരാണ് തത്വചിന്താമണി എഴുതിയിട്ടുള്ളത്? അറിയാവോ? ആരാണ് തത്വചിന്താമണി എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. ഗണേശ് ഉപാധ്യായ ആണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർക്കിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ നവ്യന്യായ അല്ലെങ്കിൽ നിയോ ലോജിക്കൽ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗണേശ ഉപാധ്യായ 13th സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഈ ഒരു വർക്ക് വന്നിട്ട് നമ്മൾ മുന്നേ മാച്ച് ദ ഫോളോയിങ് ഒരു വർക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീഹർഷിയുടെ ഖണ്ഡന ഖണ്ഡഗദ്യ എന്നുള്ള ഒരു വർക്ക്. ഈ ഒരു വർക്ക് എന്താണ്? ഈ ഒരു വർക്കില് ജൈനിസം, ബുദ്ധിസം, ഇന്ത്യൻ ലോജിക്ക്, മറ്റ് സെക്റ്റുകളെയൊക്കെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു വർക്കാണ് ശ്രീഹർഷയുടെ കാണ്ഡന ഖണ്ഡഗദ്യ എന്നുള്ള ഒരു വർക്ക്. ഈ ഒരു വർക്കിന് റെസ്പോൺസ് ആയിട്ട് ആ ഒരു വർക്കിന് ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് ഗണേശ് ഉപാധ്യായ 13th സെഞ്ചുറിയിൽ ഈ ഒരു വർക്ക് തത്വചിന്താമണി എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ ഫിലോസഫിയിലെ നിയോ ലോജിക്കൽ സ്കൂൾ അല്ലെങ്കിൽ നവ്യന്യായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ഗണേശ ഉപാധ്യായ എഴുതിയിട്ടുള്ള തത്വചിന്താമണി. ഈ ഒരു വർക്ക് ശ്രീഹർഷയുടെ കാണ്ഡന ഖണ്ഡഗദ്യക്കുള്ള അതൊരു ക്രിട്ടിക്കൽ വർക്കാണ്. ആ ഒരു വർക്കിനുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഗണേശ ഉപാധ്യായ ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൗമചര്യം ഇസ് ദ ജെയിൻ വേർഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോറി? ഏത് സ്റ്റോറിയുടെ ഒരു ജെയിൻ വേർഷൻ ആണ് പൗമചര്യം എന്ന് പറയുന്നത്? മഹാഭാരത, ബുദ്ധചരിതം, ദശരഥ ജാതകം, രാമായണ. ഏത് വർക്കിന്റെ ജെയിൻ വേർഷൻ ആണ് പൗമചര്യം? നമ്മൾ JRF ക്ലബിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ഡി പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി ആൻസർ ചെയ്യണേ. പൗമചര്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് സ്റ്റോറിയുടെ ജെയിൻ വേർഷൻ ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ. മഹാഭാരത, ബുദ്ധചരിതം, ദശരഥ ജാതക, അതുപോലെ രാമായണ. ഓക്കെ, എല്ലാവരും ഡി. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് രാമായണയുടെ ജെയിൻ വേർഷൻ ആണ് പൗമചര്യം. ആരാണ് പൗമചര്യം എഴുതിയിട്ടുള്ളത്?
ഓക്കെ, വിമലസൂരി. അതെ വിമലസൂരി. അതെ അതെ വിമല സൂര്യാണ് എഴുതിയിട്ടുള്ളത്. ഒരു ജൈൻ വേർഷൻ ആണ് രാമായണയുടെ. ബുദ്ധിസ്റ്റ് വേർഷൻ ഏതാണ്? രാമായണയുടെ ബുദ്ധിസ്റ്റ് വേർഷൻ ഏതാണ്? അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാമായണയുടെ ബുദ്ധിസ്റ്റ് വേർഷൻ. ഓക്കെ, വെരി ഗുഡ്. ദശരഥ ജാതകയാണ് രാമായണയുടെ ബുദ്ധിസ്റ്റ് വേർഷൻ. നമ്മൾ ജൈൻ വേർഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായത്. ജൈൻ വേർഷൻ പൗമചര്യാണ് എഴുതിയിട്ടുള്ളത്. വിമൽ സൂര്യാണ്. പ്രാകൃത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിലെ ആൻഷ്യന്റ് ഇന്ത്യൻ ജൈൻ കമ്മ്യൂണിറ്റിയുടെ ബിലീഫ്സ്, കസ്റ്റംസ്, അവരുടെ ഒരു വേ ഓഫ് ലിവിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർക്കാണ് വിമൽ സൂര്യ എഴുതിയിട്ടുള്ള, പ്രാകൃത ലാംഗ്വേജിൽ വിമല സൂര്യ എഴുതിയിട്ടുള്ള പൗമചര്യം എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ രാമായണയുടെ ബുദ്ധിസ്റ്റ് വേർഷൻ ആണ് ദശരഥ ജാതക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഋഗ്വേദയിലെ ഒരു ടേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൃദാരവച മെൻഷൻ ഇൻ ഋഗ്വേദ റെഫേഴ്സ് ടു. മൃദാരവച എന്നുള്ള ഒരു വേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഋഗ്വേദയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. വൺ who performs sacrifices, one who does not perform sacrifices, one who worships nature, one who worships stone. ആരാണ് മൃദാരവച? സാക്രിഫൈസസ് ചെയ്യുന്ന ആളാണോ, ചെയ്യാത്ത ആളാണോ, അതുപോലെ നേച്ചറിനെ വേർഷിപ്പ് ചെയ്യുന്ന ആളാണോ, കല്ലുകളെ വേർഷിപ്പ് ചെയ്യുന്ന ആളാണോ മൃദാരവച എന്നുള്ളത്? എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ആൻസർ വന്നിട്ട് വൺ who does not perform sacrifices. അതായത് ഋഗ്വേദയിൽ സാക്രിഫൈസസ് പെർഫോം ചെയ്യാത്ത ആളുകളെയാണ് മൃദാരവച എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഋഗ്വേദ വന്നിട്ട് ഒരുപാട് ആൻഷ്യന്റ് ഇന്ത്യയിലെ ഒരുപാട് ടേംസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വർക്കാണ്. നമുക്ക് എക്സാമിൽ എപ്പോഴും ഋഗ്വേദയിലെ ടേംസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഋഗ്വേദയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇത് ഋഗ്വേദയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടേംസും അതിന്റെ അർത്ഥവുമാണ്. ജനസ്യഗോപ എന്ന് പറയുന്നത് ട്രൈബൽ ചീഫാണ്. നിഷ്ക വന്നിട്ട് പീസ് ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് നെക്ലേസിനെയാണ് നിഷ്ക എന്ന് പറയുന്നത്. പണാധന, റായി എന്നൊക്കെ പറയുന്നത് വാർ ബ്യൂട്ടി ആണ്. നമുക്കറിയാം ആൻഷ്യന്റ് ഇന്ത്യയിൽ ഒരുപാട് അവരുടെ ടെറിട്ടോറിയൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒക്കെ ലഭിക്കുന്ന ഈ ഒരു വാർ ബ്യൂട്ടി അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് വെൽത്ത് ആയിരുന്നു. അഗന്യ നമുക്കറിയാം ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിംഗ് ഓഫ് കൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വേർഡാണ്. വേദിക് ടെക്സ്റ്റ് റെഫേഴ്സ് ടു മീറ്റ് ഈറ്റിംഗ് ഡ്രിങ്ക്സ്. അതുപോലെ ഒരുപാട് ഡ്രിങ്ക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് വേദിക് ഫുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. കരമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോമാസുര എന്നൊക്കെ പറയുന്നത് വേദിക് ഡ്രിങ്ക്സിന് പറയുന്ന പേരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആൻഷ്യന്റ് ഇന്ത്യയിൽ സൊസൈറ്റിയെ 4 തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഈ ഒരു ഡിവിഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഋഗ്വേദയിലെ 10th ടെക്സ്റ്റ് ആയിട്ടുള്ള 10th മണ്ഡലം ആയിട്ടുള്ള പുരുഷ സൂക്തയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് NTA ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, എന്നാൽ ഒരു ഡീപ്പ് ലെവലിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബേസിക് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ. നമ്മൾ പറഞ്ഞത് ആൻഷ്യന്റ് ഇന്ത്യയിൽ 4 സൊസൈറ്റിയെ 4 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഋഗ്വേദയിലെ 10th മണ്ഡല ആയിട്ടുള്ള പുരുഷ സൂക്തയാണ്. മാരേജ് ടൈപ്സ് ഇൻ ഋഗ്വേദയിൽ പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് മാരേജ് ആണ് മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺമാരീഡ് വുമണിനെ സീർഘോഷ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന പോലെ മൃദാരവച ആരാണ്? പേഴ്സൺ ഹു ഡസ് നോട്ട് പെർഫോം സാക്രിഫൈസസ് ചെയ്യാത്ത ആളെയാണ് മൃദാരവച എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു 4 സൊസൈറ്റിയെ 4 ഡിവിഷൻ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് പുരുഷ സൂക്തയിലാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെ 4 ഡിവിഷൻ ആയിട്ട് ആൻഷ്യൻ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് മെട്രോളജി ഇസ് ദ സ്റ്റഡി ഓഫ്. എന്താണ് മെട്രോളജി? chronology of coins ആണോ? സ്റ്റഡി ഓഫ് വെദർ, ദ മെഷർമെന്റ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് കോയിൻസ് ബൈ വെയിറ്റ്, സ്റ്റഡി ഓഫ് മെറ്റൽ. എന്താണ് മെട്രോളജി എന്ന് പറയുന്നത്?
സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ NTA എല്ലാം ഒരുപോലത്തെ വേർഡ്, ഇപ്പൊ ക്രോണോളജി ഓഫ് കോയിൻസ് ആണെങ്കിലും സ്റ്റഡി ഓഫ് വെദർ, ഈ നാലും ഏകദേശം ഒരുപോലെയുള്ള ഒരുപോലെയുള്ള ടേംസ് ആണ് നമുക്ക് NTA തന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ കോയിൻസിനെ അറേഞ്ച് ചെയ്യുക, മെഷർ ചെയ്യുക എന്നുള്ളതാണ് മെട്രോളജി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ മെഷർമെന്റ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് കോയിൻസ് ബൈ വെയിറ്റ് ആണ് മെട്രോളജി. ബാക്കി തന്നിട്ടുള്ള നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ന്യൂമിസ്മാറ്റിക്സ് വന്നിട്ട് ക്രോണോളജി ഓഫ് കോയിൻസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് കോയിൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മെറ്റീരിയോളജി സ്റ്റഡി ഓഫ് വെദർ ആണ്. മെറ്റലർജി എന്ന് പറയുന്നത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി ആണ് മെറ്റലർജി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് എല്ലാം കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നാലും ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ വന്നിട്ട് മെട്രോളജി എന്തായിരുന്നു എന്നാണ്. ദ മെഷർമെന്റ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് കോയിൻസ് ബൈ വെയിറ്റ് എന്നാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൂ റോട്ട് മൂഷികവംശ? മൂഷികവംശ ആരാണ് എഴുതിയിട്ടുള്ളത്? സന്ധ്യാകര നന്ദി, അതുല, ബിൽഹണ, കൽഹണ. ആരാണ് മൂഷികവംശ എഴുതിയിട്ടുള്ളത്? ഇതെല്ലാവരും ആൻസർ ചെയ്യണേ. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ തന്നെ എന്താ പറയാ ഏഴിമലയിൽ ഉണ്ടായിട്ടുള്ള മൂഷിക വംശത്തിന്റെ ഒരു കാവ്യാണ് അതുല എഴുതിയിട്ടുള്ളത്. ബാക്കി ഓപ്ഷൻസ് ആയിട്ടുള്ള സന്ധ്യാകര നന്ദി എഴുതിയിട്ടുള്ള വർക്ക് ഏതാ? സന്ധ്യാകര നന്ദി ഏത് ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്? നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കാം. യെസ്, അതെ, പാല ഡൈനാസ്റ്റിയെ കുറിച്ചിട്ട് ഏത് റൂളറെ കുറിച്ചിട്ടാണ് സന്ധ്യാകര നന്ദി എഴുതിയിട്ടുള്ളത്? വെരി ഗുഡ്, രാമപാലയെ കുറിച്ചിട്ട് രാമപാല ചരിതയാണ് സന്ധ്യാകര നന്ദി എഴുതിയിട്ടുള്ളത്. ഈസ്റ്റേൺ ഇന്ത്യൻ കിങ്ഡം ആയിട്ടുള്ള പാല ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ബിൽഹണ എഴുതിയിട്ടുള്ള വർക്ക് ഏതാ? ബിൽഹണന്റെ വർക്ക് ഏതാ? വിക്രമമംഗോ. അതെ, വിക്രമാംഗ ദേവചരിതയാണ്. കൽഹണ നമുക്കറിയാം രാജതരംഗിണി എഴുതിയിട്ടുള്ള പോയറ്റ് ആണ് കൽഹണ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മൂഷികവംശം എഴുതിയിട്ടുള്ളത് അതുല ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു സാൻസ്ക്രിറ്റ് വർക്കാണ്. 11th സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിൽ അതുല എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് മൂഷികവംശ എന്ന് പറയുന്നത്. ആ ഒരു വർക്ക് കേരളത്തിലെ മൂഷിക ഡൈനാസ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള റൂളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർക്കാണ് മൂഷിക വംശകാവ്യ ബൈ അതുല. 11th സെഞ്ചുറിയിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് പാലി കനോണിക്കൽ ടെക്സ്റ്റ് ഡസ് ഗൗതമ ബുദ്ധ സ്ട്രെസ് ദ നീഡ് ടു പ്രൊട്ടക്ട് കൗ? കൗവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ട്രെസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാലി കനോണിക്കൽ ടെക്സ്റ്റ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സുത്തനിപത, പ്രജ്ഞപരമിത, അഭിധമ്മ പീഡക, അശോകവദന. ഏതാണ് കൗവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗൗതമ ബുദ്ധ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വിവരം തരുന്ന പാലി കനോണിക്കൽ ടെക്സ്റ്റ് ഏതാണ്? ഓക്കെ, എല്ലാരും പറഞ്ഞിട്ടുണ്ട് സുത്തനിപതയാണ്. സുത്തനിപത ഏത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാ? നമ്മൾ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിന്റെ അണ്ടറിൽ വരുന്നതാണ് സുത്തനിപത? വെരി ഗുഡ്, സുത്തപീഠകയുടെ അണ്ടറിൽ വരുന്നതാണ് സുത്തനിപത. സുത്തപീഠക നമുക്കറിയാം ത്രിപീഠകാസ് ഉണ്ട് അല്ലെ, വിനയപീഠക, അഭിധമ പീഠക, സുത്തപീഠക. അതിൽ സുത്തപീഠകനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തതാണ് അല്ലെ കുദ്ദക നികായ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. കുദ്ദക നികായുടെ അണ്ടറിൽ 15 ടെക്സ്റ്റസ് ഉണ്ട് അല്ലെ, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് സുത്തനിപത. എന്നിട്ട് സുത്തനിപതയെ വീണ്ടും 5 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഉറകവക, ചുള്ളവക, മഹാവക, അർത്ഥകവക, പ്രണയവക. നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ് ഒക്കെ വന്നിട്ട് നമ്മൾ കൂടുതൽ പേരും ഒഴിവാക്കുന്ന ഒരു ഏരിയ ആണ്. ബട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എല്ലാ ടേമിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് വരാറുണ്ട്. നമ്മൾ എപ്പോഴും ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ത്രിപീഠകാസിന്റെ അണ്ടറിൽ എത്രത്തോളം ടെക്സ്റ്റസ് വരുന്നുണ്ട്, ഓരോ ടെക്സ്റ്റസിലും എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കുദ്ദക നികായയിൽ 15 ടെക്സ്റ്റസ് ഉണ്ട്. അവസാനത്തെ ടെക്സ്റ്റ് ഏതായിരുന്നു? ജാതക സ്റ്റോറീസ് ആണ് അല്ലെ. ജാതക
സ്റ്റോറീസിൽ 550, അതായത് ബുദ്ധന്റെ 550 ബേർഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് വിവരം തരുന്ന ഒരു വർക്കാണ് ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കൗനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധ സ്ട്രെസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വർക്ക് സുത്തനിപതയാണ്. സുത്തനിപത കുദ്ദക നികായുടെ അണ്ടറിലാണ് വരുന്നത്. കുദ്ദക നികായുടെ അണ്ടറിൽ സുത്തനിപതയും 5 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉറകവഗ്ഗ, ചുള്ളവഗ്ഗ, മഹാവഗ്ഗ, അത്തകവഗ്ഗ ആൻഡ് പ്രണയവഗ്ഗ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ബിംബേഡ്ക റോക്ക് പെയിന്റിങ്സ് വിച്ച് ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഈസ് നോട്ട് ഡെപിക്റ്റഡ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബിംബേഡ്ക റോക്ക് പെയിന്റിങ്സിൽ ഡെപിക്റ്റ് ചെയ്യപ്പെടാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഹണ്ടിങ് ഓഫ് ബേർഡ്സ്, ഹണ്ടിങ് ഓഫ് ആനിമൽസ്, പെർച്ചിങ് ബേർഡ്സ് ദാറ്റ് ലിവ് ഓൺ ഗ്രെയിൻ, ഹണ്ടിങ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽ ബോത്ത്. എന്താണ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബിംബേഡ്ക റോക്ക് പെയിന്റിങ്സിൽ ഡെപിക്റ്റ് ചെയ്യപ്പെടാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓപ്ഷൻ സി പെർച്ചിങ് ബേർഡ്സ് ദാറ്റ് ലിവ് ഓൺ ഗ്രെയിൻ ആണ് നമുക്ക് ബിംബേഡ്ക റോക്ക് പെയിന്റിങ്സിൽ നിന്ന് ഡെപിക്റ്റ് ചെയ്യപ്പെടാത്തത്. നമുക്കറിയാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ടുള്ള ബിംബേഡ്ക റോക്ക് പെയിന്റിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ബിംബേഡ്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ സീൻസ് ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡിങ് ഹണ്ടിങ്, ഡാൻസിങ്, ആനിമൽ ഹസ്ബൻഡറി. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് പെർച്ചിങ് ബേർഡ്സ് ദാറ്റ് ലിവ് ഓൺ ഗ്രെയിൻ എന്നുള്ള ഒരു സംഭവം അതിന്റെ യാതൊരുവിധ എവിഡൻസും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവിടുന്ന് ആനിമൽസ്, ബേർഡ്സ്, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതമൊക്കെ ഡെപിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ എവിഡൻസ് ഓഫ് പെർച്ചിങ് ബേർഡ്സ് ദാറ്റ് ലിവ് ഓൺ ഗ്രെയിൻ എന്നുള്ള ഒരു ഡെപിക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് ജെയിൻ കേവ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിൽസ് ഇൻ ഇന്ത്യ ആർ ഫേമസ് ഫോർ ദ ജൈന കേവ്സ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജൈന കേവ്സ് ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ബറാബർ ഹിൽസ്, കാണ്ടഗിരി ഹിൽസ്, ഉദയഗിരി ഹിൽസ്, പഠന ഹിൽസ്, രാംശില ഹിൽസ്. ഏതാണ് ജൈന കേവ്സ് ആയിട്ട് അറിയപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ജൈന കേവ്സിന് ഫേമസ് ആയിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യണേ. ഏതൊക്കെ കേവ്സ് ആണ് ജൈന കേവ്സ് ആയിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്? ബറാബർ ഹിൽസ്, കാണ്ടഗിരി ഹിൽസ്, ഉദയഗിരി ഹിൽസ്, പഠന ഹിൽസ്, രാംശില ഹിൽസ്. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി, ബി ആൻഡ് സി ആണ്. കാണ്ടഗിരി ഹിൽസും ഉദയഗിരി ഹിൽസും ആണ് ജൈന കേവ്സ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ആരാണ് ഈ ഒരു കേവ്സ് കാണ്ടഗിരിയിലും ഉദയഗിരിയിലും ഈ ഒരു ജൈന കേവ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നറിയാവോ? ഏത് റൂളറാണ് കാണ്ടഗിരി ആൻഡ് ഉദയഗിരി കേവ്സ് നിർമ്മിച്ചിട്ടുള്ളത്? നമ്മളൊരു അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയില്ലേ? കാണ്ടഗിരി അതുപോലെ ഉദയഗിരി ജൈന കേവ്സ്. വെരി ഗുഡ്. കരവേലയാണ് ഈ ഒരു കാണ്ടഗിരി അതുപോലെ ഉദയഗിരി ഹിൽസ് ഒക്കെ അല്ലെങ്കിൽ അവിടുത്തെ ജൈന കേവ്സ് സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റൂളർ. കരവേലയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഏതാണ്? ഹത്തികുംബ ഇൻസ്ക്രിപ്ഷൻ. വെരി ഗുഡ്. ഹതിഗുംഫ ഇൻസ്ക്രിപ്ഷൻ ആണ്. കരവേല ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാണ്? നമ്മൾ പറഞ്ഞത് ജൈന കേവ്സ് ആയിട്ടുള്ള കാണ്ടഗിരി ഹിൽസും ഉദയഗിരി ഹിൽസും ഇവിടെ കേവ്സ് നിർമ്മിച്ചിട്ടുള്ളത് കരവേലയാണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ വന്നിട്ട് ഹതിഗുംഫ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, മേഘവാഹന അല്ലെങ്കിൽ ചേടി ഡൈനാസ്റ്റി ആണ് കരവേലയുടെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതൊരു ജൈന ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാണ്ടഗിരി ആണെങ്കിലും ഉദയഗിരി ആണെങ്കിലും പ്രധാനപ്പെട്ട ജൈന സെന്റേഴ്സ് ആയിരുന്നു. ഇവിടെ നമുക്ക് ബുദ്ധിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല. അതുപോലെ ബറാബർ ഹിൽസ് ഏത് സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബറാബർ ഹിൽസ് ഏത് സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബുദ്ധിസം.
ബുദ്ധിസ് അല്ല, അജീവികാസ് ആണ് കേട്ടോ. അജീവിക സെക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബറാബർ ഹിൽസ്. ഓക്കെ, അപ്പൊ കാണ്ടഗിരി ഹിൽസ് ആൻഡ് ഉദയഗിരി ഹിൽസ് ലൊക്കേറ്റഡ് ഇൻ ഒറീസയിലാണ് കാണ്ടഗിരി ആൻഡ് ഉദയഗിരി ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ബിൽഡ് ചെയ്തിട്ടുള്ളത് കരവേലയാണ്. ബറാബർ ഹിൽസ് വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അജീവിക സെക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സെന്റർ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബീഹാറിലാണ്. പഠന ഹിൽസും രാംശില ഹിൽസും ജൈനിസും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കേവ്സ് അല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്റെ കൂടെ തന്നെ വായിക്കുക. എ വന്നിട്ട് കൽഹനാസ് രാജതരംഗിണി ഡീറ്റെയിൽസ് ദ ഹിസ്റ്ററി ഓഫ് ദ കിങ്സ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിലെ കിങ്സിന്റെ ഹിസ്റ്ററി ആണ് കൽഹന അദ്ദേഹത്തിന്റെ വർക്കായ രാജതരംഗിണിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രാജേന്ദ്ര ഫസ്റ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് കിങ്സ് ഓഫ് ചോള കിങ്ഡം. ചോള കിങ്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയ ഒരു കിങ് ആണ് രാജേന്ദ്ര ഫസ്റ്റ് എന്ന് പറയുന്നത്. ആൾവാർസ് വർ ദ ഷൈവ സെയിൻസ് ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഷൈവ സെയിൻസിനാണ് ആൾവാർ എന്നറിയപ്പെട്ടിട്ടുള്ളത്. നാദമുനി വാസ് എ ഗ്രേറ്റ് ടീച്ചർ ഓഫ് വൈഷ്ണവ ട്രഡീഷൻ. വൈഷ്ണവ ട്രഡീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടീച്ചറാണ് നാദമുനി. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് വ്യാസ കമ്പോസ്റ്റ് ഭഗവത്ഗീത ബിഫോർ ഹി റോട്ട് മഹാഭാരത. മഹാഭാരത എഴുതുന്നതിന് മുന്നേ അദ്ദേഹം ഭഗവത്ഗീത കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? വളരെ കാണുമ്പോൾ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഷൈവ സെയിൻസ് ഓഫ് സൗത്ത് ഇന്ത്യ. ആൾവാർസ് ആണോ? സൗത്ത് ഇന്ത്യയിലെ ഷൈവ സെയിൻസ് ആൾവാർസ് എന്നാണോ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നായന്മാർസ്. അതെ, നായനാർ എന്നാണ് ഷൈവ സെയിൻസ് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കൽഹനന്റെ രാജതരംഗിണി വെസ്റ്റേൺ ഇന്ത്യയിലെ ഹിസ്റ്ററി ആണോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? കൽഹനയുടെ രാജതരംഗിണി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വെരി ഗുഡ്. കാശ്മീരിലെ ഹിസ്റ്ററി, കാശ്മീരിലെ കിങ്സ് ഒക്കെയാണ് രാജതരംഗിണിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാജേന്ദ്ര ഫസ്റ്റ് മോസ്റ്റ് സെലിബ്രേറ്റഡ് കിങ്സ് ഓഫ് ചോള കിങ്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഒക്കെ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കിങ് ആണ് രാജേന്ദ്ര ഫസ്റ്റ് അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം വൈഷ്ണവ ട്രഡീഷന്റെ ഒരു പ്രധാനപ്പെട്ട ടീച്ചറാണ് നാദമുനി. നാദമുനി എഴുതിയിട്ടുള്ള വർക്ക് ഏതാ അറിയൂലേ? നാദമുനി എഴുതിയിട്ടുള്ള വർക്ക് 4000 ദിവ്യപ്രബന്ധം. വെരി ഗുഡ്. 4000 ദിവ്യപ്രബന്ധമാണ് നാദമുനി എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം മഹാഭാരതക്ക് മുന്നേ ഭഗവത്ഗീത എഴുതിയിട്ടില്ല. മഹാഭാരതത്തിന്റെ ഒരു പാർട്ടാണ് ഭഗവത്ഗീത എന്നുള്ളത്. അപ്പൊ നമുക്ക് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ആൻസർ വന്നിട്ട് ബിയും ഡിയും ആണ്. ബിയും ഡിയും ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. ഏതാണ്? ബി, രാജേന്ദ്ര ചോള കിങ്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കിങ് ആണ്. അതുപോലെ തന്നെ ഡി വന്നിട്ട് നാദമുനി വൈഷ്ണവ ട്രഡീഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചറാണ്. ബാക്കി 3ഉം എന്തുകൊണ്ടാണ് തെറ്റായിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം കൽഹനന്റെ രാജതരംഗിണി കാശ്മീരിലെ കിങ്ഡം അല്ലെങ്കിൽ കാശ്മീരിലെ റൂളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബി ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു. രാജേന്ദ്ര ഫസ്റ്റ് അദ്ദേഹത്തെ നെപ്പോളിയൻ ഓഫ് സൗത്ത് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ശൈവ സയൻസ് നമ്മൾ നായനാർ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ആൾവാർസ് അല്ല, ആൾവാർസ് വൈഷ്ണവ സയൻസ് ആണ് അല്ലെ. അതുകൊണ്ട് ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആണ്. അടുത്തത് വന്നിട്ട് നാദമുനി വൈഷ്ണവ ട്രഡീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചറാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് 4000 ദിവ്യപ്രബന്ധം. എല്ലാവരും പഠിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നാദമുനി ഒരു പ്രധാനപ്പെട്ട വൈഷ്ണവ ട്രഡീഷനിലെ ഒരു ടീച്ചർ ആയിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് 4000 ദിവ്യപ്രബന്ധം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മഹാഭാരതക്ക് മുന്നേ ഭഗവത്ഗീത എഴുതിയിട്ടില്ല. മഹാഭാരതന്റെ ഒരു പാർട്ടായിരുന്നു ഭഗവത്ഗീത എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളത് എന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അഹിംസ ആൻഡ് ഭക്തി ആർ ദ 2 important features of Bhagavata tradition. The Mahabharata established that Krishna and Vishnu are one in terms of their divinity. അതുപോലെ തന്നെ Theravada Buddhism considers Buddha as the god to be worshipped.
തേരവാദ ബുദ്ധിസത്തിലെ ആൾക്കാർ ബുദ്ധനെ ഗോഡായിട്ട് വേർഷിപ്പ് ചെയ്തിരുന്നു. ധമ്മപദ ഡിസ്ക്രൈബ് ഹൗ എ മോങ്ക് ഷുഡ് ലീഡ് ഹിസ് ലൈഫ് ഇൻ ബുദ്ധിസ്റ്റ് വിഹാര. ബുദ്ധിസ്റ്റ് വിഹാരയിൽ ഒരു മോങ്ക് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെ ധമ്മപദയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ധർമ്മചക്ര പ്രവർത്തന വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബുദ്ധ. ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് ആയിട്ടുള്ളത്? നമ്മൾക്ക് എന്തായാലും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് തേരവാദ ബുദ്ധിസത്തിൽ ബുദ്ധനെ ഒരു ഗോഡായിട്ട് വേർഷിപ്പ് ചെയ്തിട്ടില്ല എന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും സി എന്ന ഓപ്ഷൻ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ധർമ്മചക്ര പ്രവർത്തന മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബുദ്ധ, അത് ശരിയാണ് അല്ലെ. ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെന്റ് കിട്ടിയതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബുദ്ധ ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. വേറെ എന്തൊക്കെ നമുക്ക് നോക്കാം ഇതില്? നിങ്ങൾ എല്ലാവരും ഏതാ ആൻസർ ചെയ്തേ? ഓക്കെ, നിങ്ങൾ എല്ലാവരും സി ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. എ, ബി, ഇ. എ എന്താണ്? അഹിംസ ആൻഡ് ഭക്തി ആർ 2 ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഭഗവത ട്രഡീഷൻ. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ബി, ദ മഹാഭാരത എസ്റ്റാബ്ലിഷ് കൃഷ്ണ ആൻഡ് വിഷ്ണു ആർ വൺ ഇൻ ടേംസ് ഓഫ് ദെയർ ഡിവൈനിറ്റി. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ വന്നിട്ട് നമ്മൾ പറഞ്ഞു ധർമ്മചക്ര പ്രവർത്തന എന്നുള്ളത് ഒരു ബുദ്ധന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തെറ്റിയത് എന്ന് നമ്മൾ പറഞ്ഞു. തേരവാദ ബുദ്ധിസത്തിൽ ബുദ്ധനെ ഒരു ഗോഡായിട്ട് വേർഷിപ്പ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ധമ്മപദ എന്നൊരു വർക്കിൽ മോങ്സ് ബുദ്ധിസ്റ്റ് വിഹാരയിൽ എങ്ങനെ ജീവിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു 2 സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഭഗവത ട്രഡീഷനിലെ 2 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആണ് അഹിംസ അതുപോലെ ഭക്തി എന്ന് പറയുന്നത്. ലോർഡ് കൃഷ്ണ, ലോർഡ് വിഷ്ണു വൺ ഇൻ ദ സെയിം ഇൻ ദെയർ ഡിവൈൻ നേച്ചർ ആയിട്ടാണ് മഹാഭാരത എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തേരവാദ ബുദ്ധിസത്തിൽ ബുദ്ധനെ ഒരു ഗോഡായിട്ട് വേർഷിപ്പ് ചെയ്തിട്ടില്ല. അതുപോലെ ധമ്മപദ പ്രൊവൈഡ്സ് ഗൈഡൻസ് ഓർ ലീഡിങ് വേർച്വസ് ലൈഫ്, അതായത് ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ധമ്മപദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിസ്റ്റ് മോങ്സ് ബുദ്ധിസ്റ്റ് വിഹാരയിൽ എങ്ങനെ ജീവിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും ധമ്മപദ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരുപാട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ അധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ PYQ നോക്കുക. PYQ നോക്കിയിട്ട് അതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ദ ജെയിൻ സംഘ ഇസ് ദ ഓൾഡസ്റ്റ് റിലീജിയസ് ഓർഡർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ഓർഡർ ആണ് ജെയിൻ സംഘ എന്ന് പറയുന്നത്. സദ്വത ഇസ് എ സെൻട്രൽ ഫിലോസഫി ഓഫ് ബുദ്ധിസം. സദ്വത എന്നുള്ളത് ബുദ്ധിസത്തിൽ ഒരു സെൻട്രൽ ഫിലോസഫി ആണ്. അതുപോലെ കൗഡുല്യാസ് അർത്ഥശാസ്ത്ര ഡീൽസ് ഓൺലി വിത്ത് ദ പോളിസീസ് ഓഫ് ജനറേറ്റിംഗ് വെൽത്ത്. സമ്പത്ത് ഉണ്ടാക്കുക എന്നൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പോളിസി മാത്രമാണ് ഓൺലി. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് മാത്രമാണ് അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദ സ്റ്റോറി ഓഫ് ശിശുപാല ഈസ് ഫൗണ്ട് ഇൻ ശാപപർവ ഓഫ് മഹാഭാരത. മഹാഭാരതയിലെ ശാപപർവയിൽ ശിശുപാലന്റെ ഒരു സ്റ്റോറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാമ പ്രഭു വാസ് എ ടീച്ചർ ഓഫ് രാമാനുജാര്യ. രാമാനുജാചാര്യന്റെ ടീച്ചറാണ് അല്ലാമ പ്രഭു എന്നുമാണ് നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ആൻസർ പറയാട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പോളിസീസ് ഓഫ് ജനറേറ്റിംഗ് വെൽത്ത് മാത്രമല്ല മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ക്രാഫ്റ്റ് അതുപോലെ എക്കണോമിക്, ആ ഒരു കാലഘട്ടത്തിൽ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ തരുന്ന ഒരു മൗര്യ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാല്യബിൾ സോഴ്സ് ആണ് നമ്മുടെ കൗടില്യയുടെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സദ്വത എന്നുള്ളത് സെൻട്രൽ ഫിലോസഫി ഓഫ് ബുദ്ധിസം അല്ല, ജൈനിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫിലോസഫിയാണ് സദ്വത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള റിലീജിയസ് ഓർഡർ ആണ് ജെയിൻ സംഘ എന്ന് പറയുന്നത്. അല്ലാമ പ്രഭു എന്തല്ല, രാമാനുജാചാര്യയുടെ ടീച്ചർ അല്ല. ഈ ഒഴിച്ചുള്ള ബാക്കിയെല്ലാം നോക്കട്ടെ. സോറി,
ബി, എ ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സി നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞല്ലോ, കാരണം കൗടില്യന്റെ അർത്ഥശാസ്ത്രയിൽ ജനറേറ്റിംഗ് വെൽത്ത് മാത്രമല്ല മെൻഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പറയുന്നത്. ജെയിൻ സംഘ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ഓർഡർ ആണ്. സ്വദ്വത എന്നുള്ളത് സെൻട്രൽ ഫിലോസഫി ഓഫ് ബുദ്ധിസം അല്ല, അത് സെൻട്രൽ ഫിലോസഫി ഓഫ് ഈ സദ്വത അതുപോലെ അനേകാന്തവാദ എന്നൊക്കെ ഉള്ളത് എന്താണ് ജൈനസത്തിലെ പ്രധാനപ്പെട്ട ഫിലോസഫീസ് ആണ്. കൗടില്യ നമ്മൾ പറഞ്ഞു അർത്ഥശാസ്ത്ര എന്താണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഗവേണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കാണ്. അതിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്ന് മാത്രം അല്ല അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. രാമാനുജാചാര്യയുടെ ടീച്ചർ അല്ല അല്ലാമ പ്രഭു, അദ്ദേഹത്തിന്റെ ടീച്ചറെ നെയിമാണ് ഓർത്തു വെക്കുക, നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ പ്രതീക്ഷിക്കാം. യാദവ് പ്രകാശ് ആണ് രാമാനുജാചാര്യയുടെ ടീച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ടെക്സ്റ്റ് ഫോം എ ക്ലസ്റ്റർ ഓഫ് പ്രസ്ഥാനത്രയി ഇൻ ഹിന്ദു ലിറ്റററി ട്രഡീഷൻ? അതായത് ഹിന്ദു ലിറ്റററി ട്രഡീഷനിൽ പ്രസ്ഥാനത്രയി എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട വർക്ക്സ് ഉണ്ട്, ഒരു ക്ലസ്റ്റർ ഓഫ് വർക്ക്സ്, ഒരു 3 പ്രധാനപ്പെട്ട വർക്കിനെയാണ് ഹിന്ദു ലിറ്റററി ട്രഡീഷനിലെ 3 പ്രധാനപ്പെട്ട വർക്കിനെയാണ് പ്രസ്ഥാനത്രയി എന്നറിയപ്പെടുന്നത്. അതിൽ പെട്ട വർക്ക്സ് ഈ ഒരു കൊടുത്തിരിക്കുന്നവയിൽ ഉണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. താഴെ കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രസ്ഥാനത്രയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വർക്ക് ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ബ്രാഹ്മണ ടെക്സ്റ്റ്, രാമായണ, ബ്രഹ്മസൂത്ര, ഉപനിഷത്ത്, കൽപ്പസൂത്ര. ഇതിൽ പ്രസ്ഥാനത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള വർക്ക് ഉണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യണേ. നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കുക പ്രസ്ഥാനത്രയിൽ ഏതൊക്കെ ടെക്സ്റ്റസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന്. എല്ലാവരും സി പറയുന്നുണ്ട്, സിയും ഡിയും, അതായത് ബ്രഹ്മസൂത്ര അതുപോലെ ഉപനിഷത്ത്, ഇത് രണ്ടും പ്രസ്ഥാനത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള വർക്ക്സ് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നവയിൽ 2 എണ്ണം മാത്രമാണ് പ്രസ്ഥാനത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു വർക്ക് കൂടി ഉണ്ടല്ലോ, അതായത് ഹിന്ദു ലിറ്റററി ട്രഡീഷനിൽ പ്രസ്ഥാനത്രയിൽ 3 വർക്കാണ്, 3 ടെക്സ്റ്റസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്രഹ്മസൂത്ര, ഉപനിഷത്ത്, ഒന്നുകൂടി ഉണ്ടല്ലോ, ഏതാണെന്ന് അറിയാവോ? വെരി ഗുഡ്, ഭഗവത്ഗീതയാണ്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു വെക്കുക, പ്രസ്ഥാനത്രയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 പ്രധാനപ്പെട്ട വർക്കാണ് ബ്രഹ്മസൂത്ര, ഉപനിഷത്ത് അതുപോലെ ഭഗവത്ഗീത. ഓക്കെ, ഇവിടെയും കൊടുത്തിട്ടുള്ളത് അതാണ്. ഈ പ്രസ്ഥാനത്രയി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 3 ടെക്സ്റ്റ് ദാറ്റ് ഫോം ആൻ ഇമ്പോർട്ടന്റ് ക്ലസ്റ്റർ ഇൻ ദ ഹിന്ദു ലിറ്റററി ട്രഡീഷൻ. ഹിന്ദു ലിറ്റററി ട്രഡീഷനിലെ പ്രധാനപ്പെട്ട 3 വർക്കിനെയാണ് പ്രസ്ഥാനത്രയി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ബ്രഹ്മസൂത്ര, ഉപനിഷത്ത് അതുപോലെ തന്നെ ഭഗവത്ഗീത. വേദാന്ത ഫിലോസഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് സോഴ്സ് ആണ് ഈ ഒരു പ്രസ്ഥാനത്രയി എന്ന് പറയുന്നത്. പ്രസ്ഥാനത്രയി നമ്മൾ പറഞ്ഞു 3 വർക്കാണ്, ബ്രഹ്മസൂത്ര, ഉപനിഷത്ത് അതുപോലെ തന്നെ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തതും നമുക്കൊരു ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1 മാത്രം വരാറുണ്ട്. ലാസ്റ്റ് എക്സാമിൽ നമുക്ക് 19 ക്വസ്റ്റ്യൻ യൂണിറ്റ് 1 മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട്, ലിറ്റററി സോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എപ്പോഴും നമ്മൾ സോഴ്സസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്നത്ര നമ്മൾ റെഫർ ചെയ്യുക. എല്ലാ വർക്കിൽ നിന്നും, പ്രത്യേകിച്ച് ഉപീന്ദർ സിംഗിന്റെ വർക്കിൽ നിന്നൊക്കെ നമ്മൾ റെഫർ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എല്ലാ പോയിന്റ്സും, എല്ലാ ലിറ്റററി വർക്ക്സും അതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ആരാണ് എഴുതിയിട്ടുള്ളത് എന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. Which of the following Sanskrit works are considered as biographies or historical narratives of ancient Indian kings? Ancient Indian kingsന്റെ ബയോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വർക്ക് ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആൻഷ്യന്റ് ഇന്ത്യൻ കിങ്സിന്റെ ബയോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വർക്ക്സ് ഏതൊക്കെയാണ്? സ്വപ്നവാസവദത്ത, ഹർഷചരിത, മുദ്രരാക്ഷസ, വിക്രമോർവശിയ, ശിവ് സംഗ്രമ. ഓക്കെ, ഏതൊക്കെയാണ് ബയോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് എന്ന് പറയുന്നത്? എല്ലാവരും ആൻസർ ചെയ്യണേ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹർഷചരിത. ഹർഷവർദ്ധനന്റെ ബയോഗ്രഫി ആണ് ഹർഷചരിത. ആരാണ് എഴുതിയിട്ടുള്ളത്? ബാണയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കോട്ട് പോയിന്റ് ആയിട്ടുള്ള ബാണഭട്ടയാണ് ഹർഷചരിത എഴുതിയിട്ടുള്ളത്. വേറെ ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഒരു കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ ബി എന്തായാലും ഉറപ്പിച്ചു. എല്ലാരും ആൻസർ ചെയ്യണേ. മുദ്രരാക്ഷസ.
ചന്ദ്രഗുപ്ത. അതെ, മുദ്രരാക്ഷസ ചന്ദ്രഗുപ്ത മൗര്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ആണ് അല്ലെ. നമുക്ക് ആൻസർ വന്നിട്ട് ബി ആൻഡ് സി, ഓപ്ഷൻ ഡി ആണ് ഹർഷചരിത അതുപോലെ മുദ്രരാക്ഷസ. ഹർഷചരിത വന്നിട്ട് നമ്മൾ പറഞ്ഞു കുശബുദ്ധി ഡൈനാസ്റ്റിയിലെ ഹർഷവർദ്ധനന്റെ കോട്ട് പോയിന്റ് ആയിട്ടുള്ള ബാണഭട്ടയാണ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ആയിട്ടുള്ള ഹർഷചരിത എഴുതിയിട്ടുള്ളത്. മുദ്രരാക്ഷസ വന്നിട്ട് നമ്മൾ പറഞ്ഞു വിശാഖദത്ത എഴുതിയിട്ടുള്ളതാണ്. അതെന്താണ്, ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള, വിശാഖദത്ത് എഴുതിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് മുദ്രരാക്ഷസ എന്ന് പറയുന്നത്. ഇവിടെ വേറെ മറ്റു ഓപ്ഷനിലുള്ളത് സ്വപ്നവാസവദത്തയാണ്. നമുക്കറിയാം പോപ്പുലർ റൊമാൻറ്റിക് സ്റ്റോറിയാണ് എഴുതിയിട്ടുള്ളത് ബാസയാണ് അല്ലെ. ബാസ എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ലിറ്റററി വർക്ക് തന്നെയാണ് സ്വപ്നവാസവദത്ത ബാസ എന്നുള്ളത്. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമുക്ക് കണ്ടുവരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഹർഷചരിത പറഞ്ഞു, ബയോഗ്രഫി ഓഫ് കിങ് ഹർഷ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കോട്ട് പോയിന്റ് ആയിട്ടുള്ള ബാണഭട്ടയാണ്. മുദ്രരാക്ഷസ ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹം അധികാരത്തിൽ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് വിശാഖദത്ത എഴുതിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് മുദ്രരാക്ഷസ. റൊമാൻറ്റിക് പ്ലേ ബൈ കാളിദാസയാണ് വിക്രമോർവശിയ. അതുപോലെ തന്നെ ശിവസംക്രമ എന്നുള്ളത് ഒരു ഹിന്ദു ഡിവോഷണൽ ടെക്സ്റ്റ് ആണ്. അതിന്റെ ഒരു തീം വന്നിട്ടുള്ളത് മാരേജ് ഓഫ് ലോർഡ് ശിവ ആൻഡ് ദ ഗോഡസ് പാർവതി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാരേജ് ആണ് ഈ ഒരു ഹിന്ദു ഡിവോഷണൽ ടെക്സ്റ്റ് ആയിട്ടുള്ള ശിവസംക്രമയിൽ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഓതർ ആരാണെന്ന് നമുക്കറിയില്ല. ഓതർ വന്നിട്ട് അൺനൗൺ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓരോ വർക്കും അതിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ പറയണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ മെഗാലിത്തിക് സൈറ്റ് വേർ സെന്റേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്. ഡിസ്ട്രിബ്യൂഷന്റെയും എക്സ്ചേഞ്ചിന്റെയും ഒരു സെന്റർ ആണ് മെഗാലിത്തിക് സൈറ്റ്സ് എന്ന് പറയുന്നത്. മെനി മെഗാലിത്തിക് സൈറ്റ്സ് വേർ ലൊക്കേറ്റഡ് അലോങ് ഇമ്പോർട്ടന്റ് റൂട്ട്സ്. ഇമ്പോർട്ടന്റ് ട്രേഡ് റൂട്ട്സിലൊക്കെ ഒരുപാട് മെഗാലിത്തിക് സൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പോർട്സ് ലൈക്ക് അരികമേഡു നിയർ പോണ്ടിച്ചേരി വേർ ലിങ്കർ ടു ഹിൻഡർലാൻഡ് ത്രൂ മെഗാലിത്തിക് ആക്ടിവിറ്റി. മെഗാലിത്തിക് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ്, ഒരു പോർട്ട് സൈറ്റ് ആണ് അരികമേഡ് നിയർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. അതുപോലെ എക്സ്കവേഷൻസ് അറ്റ് അരികമേഡ് റിവീൽഡ് എ റേഞ്ച് ഓഫ് റോമൻ ഒബ്ജക്ട്സ് സച്ച് ആസ് എ ഗ്ലാസ് ആൻഡ് ടാബിൾ വെയർ. അതായത് അരികമേഡിൽ നിന്നുള്ള എക്സ്കവേഷനിൽ നിന്ന് ഗ്ലാസ് വെയർ അതുപോലെ ടാബിൾ വെയർ ഒക്കെ കണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ വന്നിട്ട് ആംഫോറ വർ ലാർജ് കോയിൻസ് ഓഫ് റോമൻ എംബറേഴ്സിന്റെ ലാർജ് കോയിൻസ് ആണ് ആംഫോറ എന്ന് പറയുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാവരും ആൻസർ സി ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആൻസർ വന്നിട്ട് സി ആണ്. അതായത് ആംഫോറ റോമൻ എംപറേഴ്സിന്റെ ഒരു ലാർജ് കോയിൻസ് ആണ് എന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആംഫോറ വന്നിട്ട് എന്താണ്? ആംഫോറ എന്താണ്? സെറാമിക് വെസൽസ് അല്ലെങ്കിൽ ജാർസ് ആണ് അല്ലെ. ഒരുപാട് വൈന് അല്ലെങ്കിൽ ലിക്വിഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെറാമിക് അല്ലെങ്കിൽ പോട്ടറി വെസൽസ് ആണ് ആംഫോറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ ഈ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേരിയസ് ലിക്വിഡ്സ് അതുപോലെ വെയിന്, ഓയിൽ ആൻഡ് വാട്ടർ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാർജ് സെറാമിക് പോട്ടറി വെസൽസ് ആണ് നമ്മൾ ആംഫോറ എന്ന് പറയുന്നത്. ബാക്കി തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് കറക്റ്റ് ആണ്. മെഗാലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഇമ്പോർട്ടന്റ് ട്രേഡ് റൂട്ട്സിനടുത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അരികമേഡ് നിയർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മെഗാലിത്തിക് ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് സൈറ്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് റോമൻ ഒബ്ജക്ട്സ് ഒക്കെ കണ്ട് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. നമുക്ക് എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ ആ ടൈം തന്നെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. താഴെ 5 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നതാണ് ക്വസ്റ്റ്യൻ. ദ ടേം ഗഹപതി ഇൻ പ്രിസൈസ് സോഷ്യൽ ടേം മീൻസ് ദ അഫ്ലുവന്റ് ഹൗസ് ഹോൾഡർ. ഗഹപതി എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള സമ്പന്നനായിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡർ ആണ്. ദ വെൽത്ത് ഓഫ് ഗഹപതി വാസ് ഡിറൈവ്ഡ് ഫ്രം ഹിസ് ഓണിംഗ് ലാൻഡ് ആൻഡ് ആസ് വെൽത്തി മെർച്ചന്റ്. എന്താണ് വെൽത്തി മെർച്ചന്റ്സ്? അവർക്ക് അവരുടെ ലാൻഡിൽ നിന്നൊക്കെ ഒരുപാട് വെൽത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ദ വെൽത്ത് ഓഫ് ഗഹപതി വാസ് ഏൺഡ് ആസ് മെർച്ചന്റ് ദെൻ ഹി വാസ് കോൾഡ് സെത്തി ഗഹപതി. ഒരു വെൽത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വെൽത്ത് ഒക്കെ ഉള്ള ഗഹപതിനെ സെത്തി ഗഹപതി എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നിട്ട്
ദർ ഇസ് എ മെൻഷൻ ബ്രാഹ്മൺ ഗഹപതി. ബ്രാഹ്മൺ ഗഹപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ച് മെൻഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഡൊണേഷൻ ആയിട്ട് ഒരുപാട് ലാൻഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഗഹപതി വർ ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ആർമി. ഗഹപതി അവര് ആർമിയിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി ആൻസർ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഒരുപോലെ ഡി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ABCD കറക്റ്റ് ആണ്. ഗഹപതി എന്നുള്ളത് അഫ്ലുവൻ ഹൗസ് ഹോൾഡർ ആണ്. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വളരെ റിച്ച് ആയിട്ടുള്ള വെൽത്തി ഗഹപതീസിന് എന്ത് ചെയ്തിട്ടുണ്ട്? സത്യഹ ഗഹപതി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ബ്രാഹ്മൺ ഗഹപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗഹപതീസിന് അവർക്ക് ഡൊണേഷൻ ആയിട്ട് ഒരുപാട് ലാൻഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവര് ആർമിയിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഗഹപതി എന്ന് പറഞ്ഞാൽ സമ്പന്നനായിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡർ ആണ്. ബ്രാഹ്മൺ ഗഹപതിക്ക് ഒരുപാട് ലാൻഡ് ഡൊണേഷൻ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവര് ആർമിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഗഹപതി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗഹപതി എന്ന് പറഞ്ഞാൽ ആരാണ്? അഫ്ലുവൻ ഹൗസ് ഹോൾഡർ ആണ്. സമ്പന്നനായിട്ട് ഒരു ഹൗസ് ഹോൾഡർ ആണ്. വെൽത്തി മെർച്ചന്റിനെ സത്യ ഗഹപതി എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മൺ ഗഹപതിക്ക് അദ്ദേഹത്തിന് ഡൊണേഷൻ ആയിട്ട് ഒരുപാട് ലാൻഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഗഹപതി ഡിഡ് നോട്ട് ഇൻവോൾവ് ഇൻ ആർമി. അവര് ആർമിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സത്ര്. ആരാണ് സത്ര്? സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ ഹു വാസ് ആൻ ഓർഫൻ ട്രെയിൻ ഫ്രം ചൈൽഡ്ഹുഡ് മുതൽ തന്നെ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്പൈ ആണ്. സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ, ഓർഫൻ ആയിട്ടുള്ള ഒരു സ്പൈ ആണ് സത്ര് എന്നറിയപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തത് വന്നിട്ട് ഒരു മാത്സ് ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ഭഗവത് സൂത്ര, വരുണ സൂക്ത, ശാപപർവ, ശാന്തി പർവ. ലിസ്റ്റ് 2 സ്റ്റോറി ഓഫ് ശുനാശേപ്, ഡിസ്ക്രൈബ് അബൌട്ട് 16 മഹാജനപദാസ്, ഡിസ്ക്രൈബ് അബൌട്ട് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ക്രൈബ്സ് അബൌട്ട് രാജധർമ്മ. ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാവരും ആൻസർ ചെയ്യണേ. A, C ഒക്കെ ആൻസർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, ഭഗവത് സൂത്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 16 മഹാജനപദാസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എന്തായാലും ഏതാണ് ആൻസർ എന്ന്. A2 ആണെങ്കിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു അല്ലെ. അങ്ങനെ നമുക്ക് ഒന്നറിയുന്നതോടുകൂടി നമ്മൾ 50% എത്തി അല്ലെ. നമ്മുടെ ആൻസർ ശരിയാവാൻ 50% ആയി അല്ലെ. അതായത് എയും സിയും അതിൽ ഏതെങ്കിലും ഒന്നാണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. ആൻസർ വന്നിട്ട് എ തന്നെയാണ് അല്ലെ. ഭഗവത് സൂത്ര എന്ത് ചെയ്യുന്നുണ്ട്? ആരോ സ്ക്രീനിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, എറൈസ് ചെയ്തല്ലേ, കുഴപ്പമില്ല. ഭഗവത് സൂത്ര വന്നിട്ട് ഡിസ്ക്രൈബ് അബൌട്ട് 16 മഹാജനപദാസ്. 16 മഹാജനപദാസിന്റെ നെയിം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഭഗവത് സൂത്ര. വരുണ സൂക്ത വന്നിട്ട് എന്താണ്? സ്റ്റോറി ഓഫ് ശുനാശേപ്. വരുണ സൂത്ര ഒരു വാട്ടർ ഗോഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡിനെ പ്രൈസ് ചെയ്യുന്ന ഒരു വർക്കാണ്. അതിൽ സ്റ്റോറി ഓഫ് ശുനാശേപ്പിന്റെ ഒരു വർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർത്തു വെച്ചത് വരുണ ശുന, അങ്ങനെ ആ ഒരു നാണ വെച്ചിട്ടാണ് ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പല കോഡും ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ശാപപർവ വന്നിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഡിസ്ക്രൈബ് അബൌട്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ശാന്തി പർവ ഡി പറഞ്ഞിട്ടുള്ളത് രാജധർമ്മയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭഗവത് സൂത്രയിൽ ഡിസ്ക്രൈബ് അബൌട്ട് 16 മഹാജനപദാസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഭഗവത് സൂത്രയിലാണ്. വരുണ സൂക്തയിൽ ശുനാശേപ്പിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശാപപർവ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ശാന്തി പർവ വന്നിട്ട് രാജധർമ്മ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭഗവത് സൂത്ര ഒരു ജെയിൻ ടെക്സ്റ്റ് ആണ്. 16 ജനപദാസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ശുനാശേപ്പിന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് വരുണ സൂക്തയിലാണ് പറഞ്ഞിട്ടുള്ളത്. പോലെ തന്നെ വരുണ വേദിക് ഗോഡ്, വാട്ടർ ഗോഡ് ആയിട്ടുള്ള വരുണയെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ് വരുണ സൂക്ത എന്നുള്ളത്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ശാപപർവ നമ്മൾ പറഞ്ഞു പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ്. അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഗവേണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ തരുന്ന ഒരു വർക്കാണ് ശാപപർവ. ശാന്തി പർവ നമ്മൾ പറഞ്ഞു രാജധർമ്മ അല്ലെ, ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റൂളർ. നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം?
ഒരു രാജ്യത്ത് ശാന്തി ഉണ്ടാവണമെങ്കിൽ, ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ രാജ്യത്തെ റൂളർ അദ്ദേഹത്തിന്റെ ധർമ്മം, രാജധർമ്മം വളരെ കൃത്യമായിട്ട് ചെയ്യണം, ഇൻക്ലൂഡിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു രാജ്യത്തെ റൂളർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്താൽ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ശാന്തി ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ദ ഹാരപ്പൻസ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ അനിമിസം. അനിമിസത്തിൽ ആര് ബിലീവ് ചെയ്തിട്ടില്ല? ഹാരപ്പൻസ് ബിലീവ് ചെയ്തിട്ടില്ല. നോ ടെമ്പിൾസ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് എനി ഹാരപ്പൻ സൈറ്റ്. ഏത് ഹാരപ്പൻ സൈറ്റിലും ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു നമുക്ക് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എവിഡൻസ് ലഭ്യമായിട്ടില്ല. ഏതാണ് ആൻസർ? എല്ലാവരും ആൻസർ ചെയ്യണേ. എല്ലാവരും ഡി ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഹാരപ്പൻസ് അനിമിസത്തിൽ ബിലീവ് ചെയ്തിരുന്നു അല്ലെ. അവര് ബേർഡ്സിനെ, ആനിമൽസിനൊക്കെ, അതുപോലെ ഒരുപാട് വസ്തുക്കൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ശരിയാണ്. ഹാരപ്പൻ സൈറ്റുകളിലൊന്നും നമുക്ക് ടെമ്പിൾസിന്റെ എവിഡൻസ് ലഭിച്ചിട്ടില്ല അല്ലെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 വന്നിട്ട് ട്രൂ ആണ് അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഹാരപ്പൻസ് വേർഷിപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ വേർഷിപ്പ് ചെയ്തിട്ടുണ്ട്? ആനിമൽസ്, ബേർഡ്സ്, ട്രീസ്, അതുപോലെ മദർ ഗോഡസിനെയൊക്കെ ആര്? ഹാരപ്പൻസ് അവര് വേർഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? നോ എവിഡൻസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ടെമ്പിൾസ്. ഒരു ടൈപ്പ് ടെമ്പിളും നമുക്ക് ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കറക്റ്റ് ആണ്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദൗജലി ഹേഡിംഗ് എ നിയോളിത്തിക് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് വിച്ച് ഏരിയ? ദൗജലി ഹേഡിംഗ് എന്നുള്ള ഒരു നിയോളിത്തിക് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഏരിയയിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നോർത്ത് കച്ചർ ഹിൽസ്, മിഷ്മി ഹിൽസ്, അബോർ ഹിൽസ്, മിജോ ഹിൽസ്. ഏതാണ് ആൻസർ? നിയോളിത്തിക് സൈറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിയോളിത്തിക് ആണെങ്കിലും പാലിയോളിത്തിക്, ചാൽക്കോളിത്തിക് സൈറ്റുകളും അവരെവിടെ സ്ഥിതി ചെയ്യുന്നു ആ സൈറ്റുകളുടെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് കച്ചർ ഹിൽസിലാണ്. ഓക്കെ, ഏകദേശം 2700 വർഷം മുന്നേ ഉള്ള ഒരു സൈറ്റ് ആണ്. പ്രധാനപ്പെട്ട ഒരു നിയോളിത്തിക് സൈറ്റ് ആണ്. സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഒരുപാട് എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. നിയോളിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള പേഴ്സൺസ് ആണ് MC ഗോസ്വാമി, അതുപോലെ TC ശർമ്മ എന്ന് പറയുന്നത്. നമുക്ക് മുന്നേ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരാണ്, ആർക്കിയോളജിസ്റ്റുകൾ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓർത്തു വെക്കുക, ദയോജലി ഹേഡിംഗ് എന്നുള്ള ആസാമിലുള്ള ഒരു നിയോളിത്തിക് സൈറ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് MC ഗോസ്വാമി, അതുപോലെ TC ശർമ്മ ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇവിടെ പ്രധാനപ്പെട്ട ലോവർ പാലിയോളിത്തിക് സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത്. രാവൽപിണ്ടി, ഉത്തർബൈനി, ജമ്മു. നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഉത്തർബൈനി ഏത് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിദ്വാന വന്നിട്ട് രാജസ്ഥാനിലെ ഒരു ലോവർ പാലിയോളിത്തിക് സൈറ്റ് ആണ്. ഹിരൺവാലി ഗുജറാത്ത്, സോൺവാലി മധ്യപ്രദേശ്, നെവാസ വന്നിട്ട് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട ലോവർ പാലിയോളിത്തിക് സൈറ്റും, യദുർവതി കർണാടകയിലെ ഒരു നിയോളിത്തിക് സൈറ്റും ആണ്. നമ്മൾ പറഞ്ഞത് ലോവർ പാലിയോളിത്തിക് സൈറ്റ്സ് ആണ്. രാവൽപിണ്ടി, ഉത്തർബൈനി, ദിദ്വാന, ഹിരൺവാലി, സോൺവാലി, നെവാസ, യദുർവതി ഇൻ കർണാടക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ലോവർ പാലിയോളിത്തിക് സൈറ്റ് ആണ്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് സൈറ്റ്സ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അജ്മീർ, അതുപോലെ ലൂണിവാലി, ബിംബേഡ്ക മധ്യപ്രദേശ്. നമ്മൾ പറഞ്ഞു റോക്ക് ഷെൽട്ടേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബേലൻ വാലി, ചോട്ടാനാഗ്പൂർ പ്ലാച്ചു, ഹൻസ്കി കർണാടക, നാഗാർജുനകൊണ്ട, ഗുഡിയാൻ കേവ്, അട്ടിരംപക്കം ഇൻ തമിഴ്നാട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ലോവർ പാലിയോളിത്തിക് സൈറ്റ്സ് ആണ്. നമ്മൾ മിഡിൽ പാലിയോളിത്തിക് സൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ദിദ്വാന രാജസ്ഥാൻ, ഹിറൺവാലി ഗുജറാത്ത്, പോട്ട്വാർ പ്ലാച്ചു, അതുപോലെ അജ്മീർ ആൻഡ് ലൂണിവാലി നെവാസ മഹാരാഷ്ട്ര. ഓക്കെ, നമുക്കിനി അപ്പർ പാലിയോളിത്തിക് സൈറ്റ്സ് നോക്കാം. ഇതൊക്കെ
ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് സൈറ്റുകളായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഏത് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അപ്പർ പാലിയോളിത്തിക്, നിയോളിത്തിക്, മെസോളിത്തിക്, ചാൽക്കോളിത്തിക് പ്രധാനപ്പെട്ട സൈറ്റുകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പർ പാലിയോളിത്തിക് സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്: സംഗാവോ കേവ്സ്, കർണൂൽ കേവ്സ്, റോഹിരി ഹിൽസ്, ചോപ്പനി മണ്ടോ. അതുപോലെ ചോപ്പനി മണ്ടോ പ്രധാനപ്പെട്ട ഹാബിറ്റേഷൻ സൈറ്റ് ആണ്. അപ്പർ പാലിയോളിത്തിക് ടു നിയോളിത്തിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ് ചോപ്പനി മണ്ടോ ഇൻ ബേലൻ വാലി എന്ന് പറയുന്നത്. കാശ്മീരിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രാജസ്ഥാൻ, പിന്നെ പ്രധാനപ്പെട്ട അഹർ കൾച്ചർ സൈറ്റ്സ് ആയിട്ടുള്ള അഹർ, ഗിലുന്ത്, ബലാതൽ, അതുപോലെ തന്നെ ലങ്കരാനസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. രാജസ്ഥാനിലെ അരിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടുള്ള ഒരു സൈറ്റ് ആണ്. അതുപോലെ നിയോളിത്തിക് സൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: ബർസാഹോം, ഗഫ്രിക്കൽ, കിയാരി. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിയാരി ഏത് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിയോളിത്തിക് സൈറ്റ്സ് ഇൻ ഒറീസ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. നോർത്ത് ഈസ്റ്റിലെ നിയോളിത്തിക് സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PGW സൈറ്റ്സ്. ഇതിങ്ങനെ തന്നെ നമ്മളൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. തെക്കലക്കോട്ട കർണാടക, തകല്യത മഹാരാഷ്ട്ര, ജഖേര ഉത്തർപ്രദേശ്, ഗിലുന്ത് രാജസ്ഥാനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ PPT അവൈലബിൾ ആകുന്ന സമയത്ത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ? സൈറ്റുകൾ ക്ലിയർ അല്ലേ? മിസ്സേ, ആ ഇത് ഗ്രൂപ്പിൽ ഇടോ PDF? ഇടാം. ഓക്കെ. Which among the following is celebrated as fifth Veda in Tamil and also remains the 12th book of Shaiva canon? അതായത് തമിഴിലെ ഫിഫ്ത്ത് വേദയായിട്ടും ശൈവ കാനോണിലെ 12ാമത്തെ ബുക്കായിട്ടും അറിയപ്പെട്ടിട്ടുള്ള, സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് പറയാവോ? എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. തമിഴില് ഫിഫ്ത്ത് വേദയായിട്ടും അതുപോലെ ശൈവ കനോൺ 12th ബുക്ക് ഓഫ് ശൈവ കനോൺ ആയിട്ട് അറിയപ്പെട്ടിട്ടുള്ള വർക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ തിരുട്ടണ്ടർ പുരാണം ആണ്. അത് അതിൽ പ്രധാനമായിട്ടും ലോർഡ് ശിവയെ പ്രൈസ് ചെയ്യാന്നുള്ള രീതിയിൽ തമിഴിലെ ഫിഫ്ത്ത് വേദയായിട്ടാണ് ഈ ഒരു തിരുട്ടോണ്ടർ പുരാണം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പെയിന്റഡ് പോട്ട് ഫ്രം വിച്ച് സൈറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഡെപിക്ട്സ് എ tree holding a fish and fox-like animal below, reflecting the story of the clever fox narrated in പഞ്ചതന്ത്ര. പഞ്ചതന്ത്രയിലെ ദ ക്ലവർ ഫോക്സ് എന്നുള്ള ഒരു സ്റ്റോറി ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റഡ് പോട്ട് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്? ഒന്നുകൂടി പറയാം. പഞ്ചതന്ത്രയിലെ ദ ക്ലവർ ഫോക്സ് എന്നറിയപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റഡ് പോട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. എല്ലാരും പറയണേ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. ലോത്തൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ലോത്തൽ ഏത് ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? വെരി ഗുഡ്. ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് ലോത്തൽ. ലോത്തലിലെ മറ്റു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു ഫീച്ചർ എന്താണ്? ലോത്തലിലെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ്. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും അതെ, വെരി ഗുഡ്. ഡോക്യാർഡ് ലോത്തലിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ലോത്തലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏതൊരു ഹാരപ്പൻ സൈറ്റ് പഠിക്കുമ്പോഴും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ ഒരു ഹാരപ്പൻ സൈറ്റിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതാണ്. ട്രേഡ് ആൻഡ് കൊമേഴ്സിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റർ ആണ് ലോത്തൽ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് സിസ്റ്റം ഓഫ് വാട്ടർ മാനേജ്മെന്റ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ലോത്തൽ നിന്ന് നമുക്ക് അതിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നേമിനാഥ് ദ 22nd തീർത്ഥങ്കര വാസ് അസോസിയേറ്റഡ് വിത്ത്.
22ാമത്തെ തീർത്ഥങ്കരയായിട്ടുള്ള നേമിനാഥ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? ബലരാമ, രാമ, കൃഷ്ണ, വിഷ്ണു. താഴെ കൊടുത്തവരിൽ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 22nd തീർത്ഥങ്കര ആയിട്ടുള്ള നേമിനാഥ് എന്ന് പറയുന്നത്? എല്ലാവരും സി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. ലോർഡ് കൃഷ്ണയായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുക. അതായത് ലോർഡ് കൃഷ്ണയുടെ ഒരു യങ്ങർ കസിനാണ് നേമിനാഥ്. 22nd തീർത്ഥങ്കരായിട്ടുള്ള നേമിനാഥ് എന്നാണ് നമുക്ക് ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ 24 തീർത്ഥങ്കരാസും അവരുടെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് മുന്നത്തെ എക്സാമിനൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒക്കെ വരാറുണ്ട്. എന്തായാലും ഇത് കംപ്ലീറ്റ് അവരുടെ സിമ്പൽ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും ആദ്യത്തെ ഒരു 4 അവസാനത്തെ ഒരു 4 എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. നമ്മൾ പറഞ്ഞു ലോർഡ് കൃഷ്ണയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് നേമിനാഥയാണ്. 22nd തീർത്ഥങ്കരാണ്. അദ്ദേഹത്തിന്റെ സിമ്പൽ വന്നിട്ട് ശംഖ് അല്ലെങ്കിൽ കൊഞ്ചാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏർലിയസ്റ്റ് ടെമ്പിൾസ്, ഫസ്റ്റ് സ്തൂപ, ഏർലി ഉപനിഷത്ത്, ലേറ്റർ വേദിക് ട്രഡീഷൻസ്, ഡെവലപ്മെന്റ് ഓഫ് മഹായാന ബുദ്ധിസം. ഇതിനെ ഈ ഒരു ഇത്രയും സംഭവങ്ങളെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആദ്യം വരിക? കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആദ്യം വരിക? ആൻസർ അല്ലേ ബി എന്ന് പറയുന്നത്? ഓക്കെ, എല്ലാവരും ആൻസർ ബി എന്ന് പറയുന്നത്. നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ആൻസർ നോക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആദ്യം വന്നിട്ട് ലേറ്റർ വേദിക് ട്രഡീഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് ഏർലി ഉപനിഷത്സ് ആണ്, അത് കഴിഞ്ഞിട്ട് ബി ഫസ്റ്റ് സ്തൂപയാണ് അല്ലെ. ഫസ്റ്റ് സ്തൂപ അശോകന്റെ കാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഈ ഡെവലപ്മെന്റ് ഓഫ് മഹായാന ബുദ്ധിസം അവസാനമായിട്ട് വരുന്നത് ഏർലിയസ്റ്റ് ടെമ്പിൾസ് ആണ് അല്ലെ. ഏകദേശം 4th സെഞ്ചുറി സിയിൽ ഗുപ്ത കാലഘട്ടത്തിലാണ് ടെമ്പിൾ ആർക്കിടെക്ചർ ഒക്കെ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഹിന്ദു പുരാണാസ്, അരണ്യകാസ്, ബ്രാഹ്മണാസ്, ഭഗവത്ഗീത, ഉപനിഷത്സ് ഒക്കെ നമുക്ക് ആദ്യത്തെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് ഉപനിഷത്സ് വരുന്നത്. ഏകദേശം 800 to 400 BC ആണ്. അത് കഴിഞ്ഞിട്ട് 3rd സെഞ്ചുറി BC-യിലാണ് ഫസ്റ്റ് സ്തൂപ ബിൽഡ് ചെയ്യുന്നത്. എംപറർ അശോകയാണ് അല്ലെ. അശോകന്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ സ്തൂപ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാഞ്ചിയിലെ ഗ്രേറ്റ് സ്തൂപ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അടുത്തതായിട്ട് വരുന്നത് മഹായാന ബുദ്ധിസം ആണ്. ഏകദേശം 1st സെഞ്ചുറി സിയിലാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അവസാനമായിട്ട് വരുന്നത് ഏർലിയസ്റ്റ് ടെമ്പിൾസ് ആണ് അല്ലെ. അറൌണ്ട് ദ 4th സെഞ്ചുറി CE ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ്. നമ്മൾ പറഞ്ഞു ഗുപ്ത പീരീഡിലാണ് ടെമ്പിൾ ആർക്കിടെക്ചർ ഒക്കെ അതിന്റെ ഒരു ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് പിക്ക് ദ കറക്റ്റ് വൺസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കൃഷ്ണദേവരായ റോട്ട് മധുര വിജയം. ബോത്ത് തെലുങ്കു ആൻഡ് കന്നഡ ലിറ്ററേച്ചർ വർ പാട്രണൈസ്ഡ് ബൈ വിജയനഗര റൂളേഴ്സ്. ദേവരായ സെക്കൻഡ് കമ്പോസ്ഡ് അമുക്ത മല്യത. പരസര മാധവീയ ബൈ മാധവാചാര്യ വാസ് റിട്ടേൺ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് വിജയനഗർ എംപയർ. ക്വീൻ ഗംഗാദേവി കമ്പോസ്റ്റ് വരദാംബിക പരിണയം. ഏതാണ് കറക്റ്റ് ആൻസർ? മധുര വിജയം എഴുതിയിട്ടുള്ളത് കൃഷ്ണദേവരായ ആണോ? ആരാണ് മധുര വിജയം എഴുതിയിട്ടുള്ളത്? നമുക്കൊരിക്കൽ PYQ വന്നിരുന്നു. മധുര വിജയം എഴുതിയിട്ടുള്ളത് ഏത് ലാംഗ്വേജിലായിരുന്നു, അല്ലെങ്കിൽ ഏത് ആരാണ്? അതെ, ഗംഗാദേവി സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുള്ള വർക്കാണ് മധുര വിജയം എന്ന് പറയുന്നത്. നമുക്ക് തെറ്റാണ് അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോത്ത് തെലുഗു ആൻഡ് കന്നഡ ലിറ്ററേച്ചർ വിജയനഗര റൂളർ പാട്രണൈസ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ദേവരായ സെക്കൻഡ് ആണോ അമുക്തമല്യത എഴുതിയിട്ടുള്ളത്? ആരാണ് അമുക്തമല്യത എഴുതിയിട്ടുള്ളത്? വെരി ഗുഡ്, കൃഷ്ണദേവരായ ആണ് നമുക്ക് അമുക്തമല്യത എഴുതിയിട്ടുള്ളത്. പരസര മാധവീയ ബൈ മാധവാചാര്യ ബൈ വാസ് റിട്ടേൺ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് വിജയനഗര എംപറർ. അതുപോലെ ക്വീൻ ഗംഗാദേവി കമ്പോസ്റ്റ് വരദാംബിക പരിണയം. വരദാംബിക പരിണയം ആരാ എഴുതിയിട്ടുള്ളത്? അറിയാവോ? എല്ലാവരും ഓപ്ഷൻ സി ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ
ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ, കാരണം എനിക്ക് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നീട് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്നാലും ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മധുരവിജയം ഒരു സാൻസ്ക്രിറ്റ് പോയം ആണ്, എഴുതിയിട്ടുള്ളത് ഗംഗാദേവിയാണ്. അതിന്റെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കോൺക്വസ്റ്റ് ഓഫ് മധുരൈ സുൽത്താനേറ്റ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കന്നഡ, തെലുഗ്, സാൻസ്ക്രിറ്റ് ഒക്കെ വിജയനഗര റൂളേഴ്സ് പാട്രണൈസ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമുക്തമല്യത വന്നിട്ട് കൃഷ്ണദേവരായയുടെ ഒരു തെലുഗു പോയമാണ്. മാധവാചാര്യാസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആണ് സർവദർശന സംഗ്രഹ, അതുപോലെ മാധവീയ ശങ്കര വിജയ, പരസര മാധവീയ. ഇത് മൂന്നും മാധവാചാര്യയുടെ പ്രധാനപ്പെട്ട വർക്കാണ്. പഠിച്ചു വെക്കുക. മാധവാചാര്യയുടെ പ്രധാനപ്പെട്ട വർക്ക്സ് നമ്മൾ പറഞ്ഞു സർവദർശന സംഗ്രഹ, മാധവീയ ശങ്കര വിജയ, പരസര മാധവീയ തുടങ്ങിയവ മാധവാചാര്യയുടെ വർക്കാണ്. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത് വരദാംബിക പരിണയം ഗംഗാദേവി എഴുതിയതാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് അത് എഴുതിയിട്ടുള്ളത് തിരുമലമ്പയാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കറക്റ്റ് ഓപ്ഷൻ ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ NTA എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് വർക്ക്, അത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ അല്ലേ? പറയണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. മഹാഭാരതാസ് ഭീഷ്മപർവ മെൻഷൻ ദ ഇൻവേഷൻ ഓഫ് ദ ഹൂണാസ്. മഹാഭാരതയിലെ ഭീഷ്മപർവ ഹൂണാസിന്റെ ഇൻവേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കന്ദഗുപ്താസ് ജുനഗർ ഇൻസ്ക്രിപ്ഷൻ മെൻഷൻ അബൌട്ട് ഹൂണ ഇൻവേഷൻ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത പീരീഡ് ആ ഒരു ടൈമിൽ ഹൂണ ഇൻവേഷൻ വന്നിട്ടുണ്ടെന്ന് സ്കന്ദഗുപ്തയുടെ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അതുപോലെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്ക് നോക്കാം. ഡി ആണോന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏത് ആൻസർ. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. മഹാഭാരതയിലെ ഭീഷ്മപർവ ഇൻവേഷൻ ഓഫ് ഹൂണാസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ സ്കന്ദഗുപ്തയുടെ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ ഹൂണ ഇൻവേഷൻ ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പറഞ്ഞു മഹാഭാരതയിലെ ശാപപർവയിൽ ഹൂണ ഇൻവേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ജുനഗർ ഇൻസ്ക്രിപ്ഷനിൽ സ്കന്ദഗുപ്തന്റെ ജുനഗർ ഇൻസ്ക്രിപ്ഷനിൽ ഹൂണ ഇൻവേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഗുപ്ത എംപയർ തകർക്കുന്നതിൽ ഒരു കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിരുന്നു അല്ലെ ഹൂണ ഇൻവേഷൻ എന്നുള്ളത്. ഹൂണ ഇൻവേഷൻ വന്നതോടെ ഗുപ്ത എംപയർ അവർ തകർച്ചയിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അവര് മ്ലേച്ഛ എന്നാണ് അവരുടെ ഇൻസ്ക്രിപ്ഷനിൽ ഈ ഒരു ഹൂണാസിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂർത്തി ബഞ്ചക്, ഹെയ്റ്റർ ഓഫ് ബുദ്ധിസം എന്നും അറിയപ്പെട്ടിട്ടുള്ളത് ഹൂണ റൂളേഴ്സിനെയാണ്. മൂർത്തി ബഞ്ചക് എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജുനഗർ ഇൻസ്ക്രിപ്ഷൻ ഓൾസോ ഡിസ്ക്രൈബ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് സുദർശന ലേക്ക്. നമുക്കറിയാം അല്ലെ, സുദർശന ലേക്കിന്റെ ഏകദേശം 1000 വർഷത്തോളമുള്ള ഒരു ഹിസ്റ്ററി ജുനഗർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ഗിവ് ഡീറ്റെയിൽസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ആ ഒരു ഇൻഫർമേഷൻസും ഡീറ്റെയിൽസ് ഒക്കെ തരുന്ന ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതേ സംഭവം മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് അല്ലെങ്കിൽ ബയോഗ്രഫീസ് ഓഫ് ആൻഷ്യന്റ് റൂളേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ മുദ്രരാക്ഷസ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതാണ് നമ്മൾ പറയുന്നത് PYQ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ മുദ്രരാക്ഷസ ബൈ വിശാഖദത്ത നമ്മൾ കുറച്ചു മുന്നേ ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ റൂളേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ ആണ് വന്നത്. ചന്ദ്രഗുപ്ത മൗര്യയുടെ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന സാൻസ്ക്രിറ്റ് ഡ്രാമ ഏതാണെന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യണേ. നമ്മളിപ്പം ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു മുദ്രരാക്ഷസാണ് അല്ലെ. ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമ. അത് എഴുതിയിട്ടുള്ളത് വിശാഖദത്തയാണ് അല്ലെ. അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വർക്കാണ് ദേവി ചന്ദ്രഗുപ്തം, അതുപോലെ രാഘവാനന്ദ നാടകം എന്ന് പറയുന്നത്. ഓക്കെ, മുദ്രരാക്ഷസയിൽ
ചന്ദ്രഗുപ്ത മൗര്യയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റ് വർക്കാണ് വൃക്ഷഘടിക വന്നിട്ട് എഴുതിയിട്ടുള്ളത് ശൂദ്രകയാണ്. അതിനെ ദ ലിറ്റിൽ ക്ലേ കാർട്ട് എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉത്തര രാമചരിത എഴുതിയിട്ടുള്ളത് ഭാവഭൂതിയാണ്. അതുപോലെ മാലതി മാധവും എഴുതിയിട്ടുള്ളത് ഭാവഭൂതിയാണ്. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ ഓപ്ഷൻസിലുള്ള ബാക്കിയുള്ള വർക്ക്സും ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ ഭാസ ഡ്രാമ ദ്രാഡിര ചാരുദത്തോ ദ ടേം യവനിക റെഫേഴ്സ് ടു. ഭാസയുടെ ഡ്രാമയായിട്ടുള്ള ദ്രാഡിര ചാരുദത്തോയിൽ ഒരു ടേം മെൻഷൻ ചെയ്തിട്ടുണ്ട്, യവനിക. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, എല്ലാരും ആൻസർ ചെയ്തിട്ടുണ്ട്. യവനിക റെഫേഴ്സ് ടു ദ കേർട്ടൻസ് ആണ് അല്ലെ. ആൻഷ്യന്റ് ഇന്ത്യയിലെ ട്രഡീഷണൽ ഇന്ത്യൻ തിയേറ്ററിലെ ഓഡിയൻസിൽ നിന്ന് സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കേർട്ടൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം യവനിക എന്നുള്ളൊരു ടേം അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ദ്രാഡിര ചാരുദത്തയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നേരെ തിരിച്ചും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അതായത് ഭാസ യവനിക എന്നുള്ളൊരു ടേം, കേർട്ടൻസ് ഉദ്ദേശിച്ചിട്ടുള്ള യവനിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏത് വർക്കിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദ്രാഡിര ചാരുദത്തോ ആണ് ആ ഒരു വർക്കിലാണ് അദ്ദേഹം യവനിക ദ കേർട്ടൻസ് എന്നുള്ള ഒരു ടേം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ JRF ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോൺസെപ്റ്റ് ശരിയായിട്ടില്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. മാം ഇതിന്റെ PPT വന്ന് JRF ക്ലബില് കാണുമോ? ഞാൻ നോക്കട്ടെ, ഞാൻ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യാം. JRF ക്ലബിന്റെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സിമ്പിൾസ് അല്ലേ പറഞ്ഞത്? അപ്പൊ ഇതിന്റെ മുമ്പേ ഉള്ള JRF ക്ലബിന്റെതും കാണൂലേ മാം? ഒരു മിനിറ്റ്. എന്താണ് ചോദിച്ചിരുന്നത്? ഇതിനു മുമ്പേ ഉള്ള JRF ക്ലബ് ക്ലാസ്സിന്റെതും ഉണ്ടല്ലോ മാം. JRF ക്ലബിന്റെ നിങ്ങൾ ഐഫറിലെ സ്റ്റുഡന്റ് ആണല്ലോ അല്ലെ, പ്രോ ബാച്ചിലെ സ്റ്റുഡന്റ് അല്ലേ? നമുക്ക് എന്ത് അത് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ JRF ക്ലബിന്റെ ഫോൾഡറിൽ നമുക്ക് മുന്നേ നടന്നിട്ടുള്ള 3 JRF ക്ലബും അതിന്റെ PPT അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ഇതാണ് തീർത്ഥങ്കരാസും സിമ്പിൾസും. എല്ലാം പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ JRF ക്ലബ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണിറ്റിയിൽ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ പുതിയ ബാച്ച് ആയിട്ടുള്ള JRF പ്രീമിയർ പ്ലസ് ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിന്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസംബറിലേക്കാണ് കോഴ്സ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അടുത്ത ജൂൺ 2025 വരെയുള്ള എല്ലാ ഫീച്ചേഴ്സും, ജൂൺ ബാച്ചിലേക്കുള്ള എല്ലാ പ്രീമിയർ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് 24 hours ഇമോ സപ്പോർട്ട്, ക്വിക്ക് നോട്ട്സ്, സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട്, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ, അതുപോലെ ലൈവ് PYQ ഡിസ്കഷൻ, ARF എക്സാമിനേഷൻ, ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ്സ്, അതുപോലെ PYQ ബേസ്ഡ് JRF ക്ലബ് സെഷൻസും ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ JRF ക്ലബിന്റെ സെഷനിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് ടൈമിൽ ഹിസ്റ്ററിയിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും PYQ ബേസ്ഡ് ആയിട്ട് പോവാം. നമ്മൾ PYQ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോ ഐഫറിലുള്ള സ്റ്റുഡന്റ് അല്ലേ, കമ്മ്യൂണിറ്റി എന്നുള്ള സ്റ്റുഡന്റ് ആണോ ചോദിക്കുന്നത്? എങ്ങനെയാണെങ്കിലും നമുക്ക് PYQ അവൈലബിൾ ആണ്, ഇ ബുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇ ബുക്ക് ഡൗൺലോഡ് കമ്മ്യൂണിറ്റിയിലുള്ളതാണ് അല്ലെ. നമുക്ക് ഐഫറിലെ
സൈറ്റിൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസാന നിമിഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് PYQസിനാണ്. നമ്മൾ ഐഫറിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് PYQ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുക ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഋഗ്വേദയിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ടേംസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ക്രൊണോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ക്രൊണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ക്രൊണോളജി തന്നെ നമുക്ക് ചോദിക്കുന്നത് കൂടുതലും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മിഡീവൽ ടൈമിലൊക്കെ വന്നിട്ടുള്ള ട്രാവലേഴ്സിന്റെ ക്രൊണോളജി, അവർ ആരുടെ കോർട്ടിലേക്കാണ് വന്നത്, അവരുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ 7th യൂണിറ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ, അവർ കമ്പനി സ്ഥാപിച്ചതിന്റെ ഇയർ, അതുപോലെ തന്നെ അവരുടെ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് വാർസ് നടത്തിയിട്ടുണ്ട് അല്ലെ. ആംഗ്ലോ മറാത്ത, ആംഗ്ലോ മൈസൂർ, അതുപോലെ സിന്ധ് കീഴടക്കുന്നുണ്ട്, പഞ്ചാബിൽ കോൺക്വസ്റ്റുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ അവർ നടത്തിയിട്ടുള്ള ഒരുപാട് വാർസ്, ട്രീറ്റീസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇയേഴ്സും നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. നമുക്ക് ഈ ഒരു ലാസ്റ്റ് 2 months കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കോഴ്സിന്റെ ഫീച്ചേഴ്സ് അതുപോലെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു JRF ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്. Okay, thank you.